പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോട് കൂടെ. ഈശോയിൽ സ്നേഹമുള്ളവരെ, കർത്താവിൻ്റെ തിരുപ്പിറവിയുടെ അഷ്ടദിനങ്ങളിലെ 7ാമത്തെ ദിവസമാണ് ഇന്ന്. അതായത് ക്രിസ്മസ് സീസൺ തന്നെയാണ്. നമുക്ക് ക്രിസ്മസിൻ്റെ മുഴുവൻ അഭിഷേകവും പൂർണ്ണമായിട്ട് നമ്മിൽ വന്നു ചേരാൻ വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാം. നമ്മുടെ വർഷത്തിൻ്റെ അവസാന ദിവസം കൂടിയാണ്. നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. ഈ കാലം മുഴുവൻ നമ്മളെ വളരെ മനോഹരമായി ദൈവം വഴി നടത്തിയതിനും നമുക്കെല്ലാ നന്മകളും തന്നതിനും ദൈവത്തിന് നമുക്ക് നന്ദി പറയാം. പുതിയ വർഷത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ പുതിയ വർഷത്തിലെ പദ്ധതികളെ, നമ്മുടെ നല്ല ആലോചനകളെ, അതിൻ്റെ മേൽ ദൈവത്തിന് അനുഗ്രഹമുണ്ടാകാൻ വേണ്ടിയിട്ട് കൂടി നമുക്ക് ഈ ബലിയിൽ പ്രാർത്ഥിക്കാം. ഈ ബലിയിൽ കർത്താവിൻ്റെ അനുഗ്രഹം മുഴുവനായിട്ട് വന്നു ചേരുന്നതിന് നമ്മുടെ ജീവിതത്തിൽ തടസ്സമായിട്ടുള്ള തിന്മയുടെ സ്വാധീനങ്ങൾ, പാപങ്ങൾ ഇതെല്ലാം നമുക്ക് മനസ്തപിച്ച് ഏറ്റുപറയാം. സഹോദരരെ, ദിവരഹസ്യങ്ങൾ കൊണ്ടാടുന്നതിന് നമുകരാകേണ്ടതിന് നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയാ. സർവശക്തനായ ദൈവത്തോടും സഹോദരരെ നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു. വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എൻ്റെ പിഴ, എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴ. നിത്യകന്യകയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു. എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പുറത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ. ക്രിസ്തുവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ. കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ. അത്യുന്നതങ്ങളിൽ ദൈവത്തിനു മഹത്വം, ഭൂമിയിലെ സന്മനസ്സുള്ളോർക്ക് സായുമേ.
വാഴ്ത്തുന്നു, മഹിമകൾ പാടുന്നു. അങ്ങേ മഹാമഹിമയ്ക്കിതാ നന്ദി ചൊല്ലുന്നു താഴ്മയായി. ദൈവമേ കർത്താവമങ്ങയെ വാഴ്ത്തുന്നു സർവ്വരാജനേ. സർവ്വസക്തനാം ദൈവമേ നാമമങ്ങയെ വാഴ്ത്തുന്നു. ഏകാത്മജാലൂനുവേ കർത്താവം ക്രിസ്തുവേ. ദൈവമേ കർത്താവമങ്ങയെ വാഴ്ത്തുന്നു. ദൈവത്തിൻ ഊഞ്ഞാലേ നാദനം ദൈവത്തിൻ സൂര്യവേ അങ്ങയെ വാഴ്ത്തി സ്തുതിക്കുന്നു. ദൂരത്തിൻ പാവണി ഹൃന്ദാവേ കാരുണ്യം തോകണേങ്ങളിൽ. ദൂരത്തിൻ പാവണി ഹൃന്ദാവേ തൻ പ്രാർത്ഥന കേൾക്കണേ. നിത്യപിതാവിന്റെ പാർശ്വത്തിൽ നേർവലം ഭാഗത്തൊരുങ്ങേട്. ഞങ്ങൾ തൻ രക്ഷകനേശുവേ കാരുണ്യം തോകണേ ഞങ്ങളിൽ. സ്വരൂപൻ പിതാവുടെ നിത്യമാവിൻ തേജസ്സു പാവനാത്മാവിൻ ഐക്യത്തിൽ പാലുന്ന ക്രിസ്തുവേ അംഗമാകമരിമാവനൻ അംഗുതനേകന നാദനോ മഹത്വത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനും നിത്യനുമായ ദൈവമേ, അങ്ങേ പുത്രന്റെ തിരുപ്പിറവിയിൽ സർവമതവിശ്വാസങ്ങളുടെയും ആരംഭവും പൂർത്തീകരണവും അങ്ങ് സംസ്ഥാപിതമാക്കിയല്ലോ. മാനവരക്ഷ മുഴുവന്റെയും പാരമ്യം ഉൾക്കൊള്ളുന്ന അവിടുത്തെ ഗണത്തിൽ ഞങ്ങളും എണ്ണപ്പെടാനിടയാക്കണമേ. അങ്ങയോട് കൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നെന്നും ദൈവമായി ജീവിച്ചു വാഴുന്ന ഞങ്ങളുടെ കർത്താവും അങ്ങയുടെ പുത്രനുമായ യേശുക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. വിശുദ്ധ യോഹന്നാൻ എഴുതിയ 1-ാം ലേഖനത്തിൽ നിന്ന്, കുഞ്ഞുങ്ങളെ, ഇത് അവസാന മണിക്കൂറാണ്. അന്ത്യക്രിസ്തു വരുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഇപ്പോൾ തന്നെ അനേകം വ്യാജക്രിസ്തുമാർ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. ഇത് അവസാന മണിക്കൂറാണെന്ന് അതിൽ നമുക്കറിയാം. അവർ നമ്മുടെ കൂട്ടത്തിൽ നിന്നാണ് പുറത്തു പോയത്. അവർ നമുക്കുള്ളവരായിരുന്നില്ല. നമുക്കുള്ളവരായിരുന്നെങ്കിൽ നമ്മുടെ കൂടെ നിൽക്കുമായിരുന്നു. എന്നാൽ അവരാരും നമുക്കുള്ളവരല്ലെന്ന് ഇങ്ങനെ തെളിഞ്ഞിരിക്കുന്നു. പരിശുദ്ധനായവൻ നിങ്ങളെ അഭിഷേകം ചെയ്തിട്ടെന്ന് നിങ്ങൾക്കറിയാമല്ലോ. നിങ്ങൾ സത്യം അറിയായക കൊണ്ടല്ല ഞാൻ നിങ്ങൾക്ക് എഴുതുന്നത്, നിങ്ങൾ സത്യം അറിയുന്നതുകൊണ്ടും വ്യാജമായതൊന്നും സത്യത്തിൽ നിന്നില്ലാത്തതുകൊണ്ടുമാണ്. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. ആകാശം ആഹ്ലാദിക്കട്ടെ, ഭൂമി ആനന്ദിക്കട്ടെ.
ആകാശം ആഹ്ലാദിക്കട്ടെ, ഭൂമി ആനന്ദിക്കട്ടെ. കർത്താവിന് ഒരു പുതിയ കീർത്തനം ആലപിക്കുവിൻ. ഭൂമി മുഴുവൻ കർത്താവിനെ പാടി സ്തുതിക്കട്ടെ. കർത്താവിനെ പാടിപ്പുയർത്തുവിൻ, അവിടുത്തെ നാമത്തെ വാഴ്ത്തുവിൻ, അവിടുത്തെ രക്ഷകനെ പ്രതിദിനം പ്രകീർത്തിക്കുവിൻ. ആകാശം ആഹ്ലാദിക്കട്ടെ, ആകാശം ആഹ്ലാദിക്കട്ടെ, ഭൂമി ആനന്ദിക്കട്ടെ. ഭൂമി ആനന്ദിക്കട്ടെ. ആകാശം ആഹ്ലാദിക്കട്ടെ, ഭൂമി ആനന്ദിക്കട്ടെ. സമുദ്രവും അതിലുള്ളവയും ആർപ്പ് വിളിക്കുന്നു, വയലും അതിലുള്ളവയും ആഹ്ലാദിക്കട്ടെ. ആകാശം ആഹ്ലാദിക്കട്ടെ, ആകാശം ആഹ്ലാദിക്കട്ടെ, ഭൂമി ആനന്ദിക്കട്ടെ. ഭൂമി ആനന്ദിക്കട്ടെ. അപ്പോൾ കർത്താവിൻ്റെ സന്നിധിയിൽ വനവൃക്ഷങ്ങൾ ആനന്ദഗീതം ഉതിർക്കും. എന്തെന്നാൽ അവിടുന്ന് വരുന്നു, അവിടുന്ന് ഭൂമിയെ വിധിക്കാൻ വരുന്നു. അവിടുന്ന് ലോകത്തെ നീതിയോടും ജനതകളെ സത്യത്തോടും കൂടെ വിധിക്കും. ആകാശം ആഹ്ലാദിക്കട്ടെ, ആകാശം ആഹ്ലാദിക്കട്ടെ, ഭൂമി ആനന്ദിക്കട്ടെ. ഭൂമി ആനന്ദിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു. തന്നെ സ്വീകരിച്ചവർക്കെല്ലാം ദൈവമക്കളാകാൻ അവൻ കഴിവ് നൽകി. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് നിങ്ങളോട് കൂടെ, ആത്മാവോടും കൂടെ. യോഹന്നാന്റെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവിലേക്ക് മഹത്വം. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടുകൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു, അവൻ ആദിയിൽ ദൈവത്തോടുകൂടെയായിരുന്നു. സമസ്തവും അവനിലൂടെ ഉണ്ടായി, ഒന്നും അവനെ കൂടാതെ ഉണ്ടായിട്ടില്ല. അവന് ജീവനുണ്ടായിരുന്നു, ആ ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. ആ വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു, അതിനെ കീഴടക്കാൻ ഇരുളിന് കഴിഞ്ഞില്ല. ദൈവമയച്ചൊരു മനുഷ്യനുണ്ടായിരുന്നു, അവൻ്റെ പേര് യോഹന്നാൻ എന്നാണ്. അവൻ സാക്ഷ്യത്തിനായി വന്നു, വെളിച്ചത്തിന് സാക്ഷ്യം നൽകാൻ, അവൻ വഴി എല്ലാവരും വിശ്വസിക്കാൻ. അവൻ വെളിച്ചമായിരുന്നില്ല, വെളിച്ചത്തിന് സാക്ഷ്യം നൽകാൻ വന്നവനാണ്. എല്ലാ മനുഷ്യരെയും പ്രകാശിപ്പിക്കുന്ന യഥാർത്ഥ വെളിച്ചം ലോകത്തിലേക്ക് വരുന്നുണ്ടായിരുന്നു. അവൻ ലോകത്തിലായിരുന്നു, ലോകം അവനിലൂടെ സൃഷ്ടിക്കപ്പെട്ടു, എങ്കിലും ലോകം അവൻ അറിഞ്ഞില്ല. അവൻ സ്വജനത്തിൻ്റെ അടുത്തേക്ക് വന്നു, എന്നാൽ അവർ അവനെ സ്വീകരിച്ചില്ല. തന്നെ സ്വീകരിച്ചവർക്കെല്ലാം, തൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം ദൈവമക്കളാകാൻ അവൻ കഴിവ് നൽകി. അവർ ജനിച്ചത് രക്തത്തിൽ നിന്നോ ശാരീരിക അഭിലാഷത്തിൽ നിന്നോ പുരുഷന്റെ ഇച്ഛയിൽ നിന്നോ അല്ല, ദൈവത്തിൽ നിന്നത്രയും. വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു, അവൻ്റെ മഹത്വം നമ്മൾ ദർശിച്ചു. കൃപയും സത്യവും നിറഞ്ഞതും പിതാവിൻ്റെ ഏകജാതൻ്റെതുമായ മഹത്വം. യോഹന്നാൻ അവന് സാക്ഷ്യം നൽകിക്കൊണ്ട് വിളിച്ചു പറഞ്ഞു, ഇവനെപ്പറ്റിയാണ് ഞാൻ പറഞ്ഞത്. എൻ്റെ പിന്നാലെ വരുന്നവൻ എന്നേക്കാൾ വലിയവനാണ്, കാരണം എനിക്ക് മുമ്പ് തന്നെ അവനുണ്ടായിരുന്നു. അവൻ്റെ പൂർണ്ണതയിൽ നിന്ന് നാം എല്ലാം കൃപയ്ക്കുമേൽ കൃപ സ്വീകരിച്ചിരിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ നിയമം മോശ വഴി നൽകപ്പെട്ടു, കൃപയും സത്യവുമാകട്ടെ യേശുക്രിസ്തു വഴി ഉണ്ടായി. ദൈവത്തെ ആരും ഒരിക്കലും കണ്ടിട്ടില്ല. പിതാവുമായി ഗാഠബന്ധം പുലർത്തുന്ന ദൈവം തന്നെയായ ഏകജാതനാണ് അവിടുത്തെ വെളിപ്പെടുത്തിയത്. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, ക്രിസ്തുവേ. നമുക്കിരിക്കാം. ഈശോയിൽ സ്നേഹമുള്ളവരെ, നമ്മുടെ വർഷത്തിൻ്റെ അവസാനം നല്ല ഒരു വചനഭാഗമാണ് നമ്മൾ വായിച്ചു കേട്ടത്. കർത്താവിന് സാക്ഷ്യം നൽകുന്നതിനെ കുറിച്ചൊക്കെയുള്ള കാര്യങ്ങളാണ്. ഉൽപ്പത്തിയുടെ 1-ാം അധ്യായവും യോഹന്നാൻ സുവിശേഷകൻ്റെ 1-ാം അധ്യായവും തമ്മിൽ നല്ലൊരു ബന്ധമുണ്ട്. ഉൽപ്പത്തി ആരംഭിക്കുന്നത് ആദിയിൽ ദൈവം ആകാശവും ഭൂമിയെ സൃഷ്ടിച്ചു എന്നാണ്, ഉൽപ്പത്തി 1:1. അതുപോലെ തന്നെ യോഹന്നാൻ 1:1 ആദിയിൽ വചനമുണ്ടായിരുന്നു. ഈ ആദിയിൽ എന്ന വാക്ക് പറഞ്ഞുകൊണ്ട് തന്നെയാണ് 2 ഗ്രന്ഥങ്ങളും ആരംഭിച്ചിരിക്കുക. ഇനി മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. ഉൽപ്പത്തിയുടെ 1-ാം അധ്യായം 3-ാം വാക്യം പറയുന്ന കാര്യം, ദൈവം അരുളി ചെയ്തു, വെളിച്ചമുണ്ടാകട്ടെ, വെളിച്ചമുണ്ടായി. വെളിച്ചം നല്ലതെന്ന് ദൈവം കണ്ടു, അവിടുന്ന് വെളിച്ചത്തിരുളിൽ നിന്ന് വേർതിരിച്ചു.
വെളിച്ചത്തിന് പകലെന്നും ഇരുളിന് രാത്രിയെന്നും പേരിട്ടു. അങ്ങനെ സന്ധ്യയായി പ്രഭാതമായി 1-ാം ദിവസം. യോഹന്നാന്റെ സുവിശേഷത്തിലും 1-ാം അധ്യായം 4-ാം വാക്യത്തിൽ അവന് ജീവനുണ്ടായിരുന്നു, ആ ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു, ആ വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു, അതിനെ കീഴടക്കാൻ ഇരുളിന് കഴിഞ്ഞില്ല. ഇപ്പൊ വെളിച്ചത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഇത് പറഞ്ഞിരിക്കുക. ദൈവമാണ് വെളിച്ചം. ഈശോ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ, ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണ്. ലോകത്തിൻ്റെ പ്രകാശം. യോഹന്നാനെ കുറിച്ച് ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മൾ വായിച്ചു കേൾക്കുന്നുണ്ട്. അവൻ വെളിച്ചമായിരുന്നില്ല, വെളിച്ചത്തിന് സാക്ഷ്യം നൽകാൻ വന്നവനാണ്. വെളിച്ചത്തിന് സാക്ഷ്യം നൽകാൻ യഥാർത്ഥ വെളിച്ചം ലോകത്തിലേക്ക് വരുന്നുണ്ടായിരുന്നു. എല്ലാ മനുഷ്യരെയും പ്രകാശിപ്പിക്കുന്ന യഥാർത്ഥ വെളിച്ചം ലോകത്തിലേക്ക് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈശോയ്ക്ക് വഴിയൊരുക്കാൻ വേണ്ടി സ്നാപക യോഹന്നാൻ വന്നതാണ്. ഇനി മറ്റൊരിടത്ത് പറയുന്ന ഒരു കാര്യമാണ്, അത് യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം 35-ാം വാക്യത്തിൽ അവൻ കത്തിജ്വലിക്കുന്ന വിളക്കായിരുന്നു. കത്തിജ്വലിക്കുന്ന വിളക്കായിരുന്നു. യോഹന്നാൻ സാക്ഷ്യം നൽകാൻ വന്നതാണ്. അപ്പോൾ സാക്ഷ്യം നൽകാൻ വന്നവൻ്റെ സാക്ഷ്യത്തിൻ്റെ പ്രത്യേകതകളും, അവൻ വിളക്കായിരുന്നു, വെളിച്ചമായിരുന്നില്ല. മറ്റൊരിടത്ത് പറയുന്ന ഒരു കാര്യമാണ്, അത് യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 23-ാം വാക്യത്തിൽ പറയുന്ന ഒരു കാര്യമാണ്. അവൻ പറഞ്ഞു, യേശയ്യാ ദീർഘദർശി പ്രവചിച്ചതുപോലെ കർത്താവിൻ്റെ വഴികൾ നേരെയാക്കുവനെന്ന് മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവൻ്റെ ശബ്ദമാണ് ഞാൻ. ശബ്ദമാണ് ഞാൻ. ശബ്ദം. അപ്പോൾ ഇന്നത്തെ അതായത് സുവിശേഷത്തിൻ്റെ 1-ാം അധ്യായത്തിൽ, യോഹന്നാന്റെ സുവിശേഷത്തിൻ്റെ 1-ാം അധ്യായത്തിൽ വചനം ദൈവമായിരുന്നു. വചനം. അപ്പോൾ ഈശോ വചനമാണ്, യോഹന്നാൻ വെറും ശബ്ദം. ഈശോ വെളിച്ചമായിരുന്നു, യോഹന്നാൻ വെറും വിളക്ക്. വിളക്ക് വെറുതെ വെച്ചിട്ട് കാര്യമില്ല, വെളിച്ചം വേണ്ട. ആ വെളിച്ചം ഈശോയാണ്. ഇപ്പൊ സാക്ഷ്യം നൽകാനായിട്ട് നമ്മൾ മറ്റൊരിടത്ത് കേട്ടിട്ടില്ല, വിളക്ക് കൊളുത്തി പറയുടെ കീഴിൽ വയ്ക്കാൻ പാടില്ല, അതെല്ലാവർക്കും പ്രകാശമുണ്ടാകത്തക്ക വിധത്തിൽ അത് വയ്ക്കണം. അപ്പോൾ നമ്മുടെ ജീവിതം സാക്ഷ്യജീവൻ നയിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഈ വർഷം അവസാനിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്, കർത്താവിന് സാക്ഷ്യം വഹിച്ചോ? കർത്താവിന് സാക്ഷ്യം വഹിച്ചോ? കർത്താവിന് സാക്ഷിയായി തീർന്നു? കർത്താവിന് സാക്ഷിയാകാനായിട്ടുള്ള കടമ നമുക്കുണ്ട്. എന്തുകൊണ്ടാണ്? ഇന്നത്തെ സുവിശേഷത്തിൽ തന്നെ 2-3 കാര്യങ്ങൾ പറയുന്നുണ്ട്. എന്തുകൊണ്ട് നമ്മൾ സാക്ഷിയാകണം? എന്തുകൊണ്ട് നമ്മൾ സാക്ഷിയാകണം? നമ്മളൊരു വീട്ടിൽ നിന്ന് വരുമ്പോൾ അപ്പനും അമ്മയ്ക്ക് വേണ്ടി നമ്മൾ എന്തുകൊണ്ട് നിലകൊള്ളണം? കാരണം അവർ അപ്പനും അമ്മയുമാണ്, നമ്മൾ മക്കളുമാണ്. അതുകൊണ്ട് അപ്പനും അമ്മയ്ക്ക് വേണ്ടി നിലകൊള്ളണം. അപ്പനും അമ്മ ഇല്ലെങ്കിൽ നമുക്ക് ഒരു വിലയില്ല. അവരുള്ളിടത്തോളമേ നമുക്ക് ആ ഒരു പ്രാധാന്യം ഉണ്ടാവുള്ളൂ. അപ്പോൾ അപ്പനും അമ്മയുടെ അവരാണ് നമ്മളെ വലുതാക്കിയത്, വളർത്തി വലുതാക്കിയത്. അപ്പം അപ്പനും അമ്മയ്ക്കും വേണ്ടി നിലകൊള്ളുക. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 12-ാം വാക്യത്തിൽ പറയുന്നത്, തന്നെ സ്വീകരിച്ചവർക്കെല്ലാം, തന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം ദൈവമക്കളാകാൻ കഴിവ് നൽകി. ദൈവമക്കളാകാൻ കഴിവ് നൽകി. ആണ് മക്കൾ. മക്കൾക്കുള്ള പദവി മാമോദീസയിലൂടെ ജന്മപാപത്തിൽ നിന്നും കർമ്മപാപമുണ്ടെങ്കിൽ അതിൽ നിന്ന് നമ്മളെ മോചിപ്പിച്ച ക്രിസ്ത്യാനികളും ദൈവമക്കളും സ്വർഗരാജ്യത്തിന് അവകാശികളുമാക്കുന്ന കൂദാശിയ. അപ്പൊ ദൈവമക്കളാണ്. കൗദാശികമായി നമുക്ക് ആ പദവി നൽകപ്പെട്ടതാണ്. ദൈവമക്കളാണ്. അപ്പം മക്കൾ അപ്പന് വേണ്ടി നിലകൊള്ളണം. അപ്പോൾ മാമോദീസയിൽ ഒരു വെള്ളവസ്ത്രം തന്നില്ലേ? വെള്ളവസ്ത്രം തന്നിട്ട് ഈ വെള്ളവസ്ത്രത്തിന്റെ പദവി അത് മലിനപ്പെടുത്താതെ കാത്തു സൂക്ഷിക്കണം. മരണസമയത്ത് നെഞ്ചത്തൊരു വെള്ളത്തുണി വിരിച്ചിട്ട് പറയും, മാമോദീസയിൽ നൽകപ്പെട്ട വെള്ളവസ്ത്രം നീ മലിനപ്പെടുത്താതെ കാത്തു സൂക്ഷിച്ചതിന്റെ പ്രതീകമായിരിക്കട്ടെ ഈ വെള്ളവസ്ത്രം. അപ്പൊ നമുക്കൊരു പദവിയാണിത്, മക്കൾക്കുള്ള പദവി. മക്കൾക്കുള്ള പദവി അത് ഒന്നുകൂടി ഉറപ്പിക്കപ്പെട്ടു കുംഭസാരത്തിലൂടെ, കുർബാന സ്വീകരണത്തിലൂടെ, സ്ഥൈര്യലേപനത്തിലൂടെ, വിശുദ്ധ വിവാഹത്തിലൂടെ. അതൊന്നുകൂടി ആ പദവി മാമോദീസയിൽ കൈക്കുഞ്ഞുങ്ങളായിരിക്കുമ്പോൾ നമ്മൾ സ്വയമേവ എടുത്തതല്ല. മാതാപിതാക്കളെ പ്രതിയും ജ്ഞാനസ്നാന പിതാക്കളെയും പ്രതിയാണ് അത് നൽകപ്പെട്ടത്. അപ്പൊ അവരാണ് നമുക്ക് വേണ്ടി മറുപടി പറഞ്ഞത്, വിശ്വാസം ഏറ്റു പറഞ്ഞത്. ഇനി അപ്പോൾ ആദ്യ കുംഭസാരം, ആദ്യ കുർബാന, സ്ഥൈര്യം, ഇത് നമ്മൾ തന്നെ പഠിച്ച് സ്വയം ക്ലാസ്സുകളിൽ പോയി പഠിച്ച് നമ്മൾ പഠിപ്പിച്ച് അത് ബോധ്യപ്പെടുത്തി അങ്ങനെ നമുക്ക് തന്ന പദവിയാണ്. അപ്പോൾ ഈ ഒരു വർഷം നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ചിലപ്പോൾ
ഞാനിങ്ങനെ വിചാരിക്കാറുണ്ട്, കല്യാണമൊന്നും ഇപ്പം നടക്കുന്നില്ല. അത് ഒരമ്മ തൻ്റെ മകളോട് പറഞ്ഞു, അതായത് പേരക്കിടാവിന് 10-25 വയസ്സായി, അതായത് മകളുടെ മകന് 25 വയസ്സായി. ഇപ്പോഴും എൻ്റെ മകളോട് പറഞ്ഞു, മോളെ കല്യാണപ്രായമായി വരികയാണ്, നല്ല ആലോചനയൊക്കെ നോക്കണം. അതായത് ട്രെൻഡ് മാറി. 71 വയസ്സുള്ള അമ്മാമ്മയാണ് പറഞ്ഞു കൊടുക്കുക കൊച്ചുമകന് വേണ്ടി. ട്രെൻഡ് മനസ്സിലാക്കാതെ നമ്മൾ ട്രെൻഡ് മനസ്സിലാക്കിയിട്ടില്ല പലതിൻ്റെയും. അതുകൊണ്ട് നമുക്ക് പലതിനോട് സോറി പറയേണ്ടതുണ്ട്. നമ്മൾ ദൈവത്തിന് അനുഗ്രഹം കിട്ടാൻ ദൈവം തരാത്തതല്ല, നമ്മൾ ട്രെൻഡ് മനസ്സിലാക്കി മുന്നോട്ട് പോകാഞ്ഞുകൊണ്ട്. പക്ഷേ ചില ട്രെൻഡുകൾ നമ്മൾ കയറ്റി പിടിപ്പിച്ചിട്ടുണ്ട്. അതാണിപ്പം ബോംബെയിൽ പോവുകയോ ഗോവയിൽ പോവുകയോ അല്ലെങ്കിൽ യൂറോപ്പിൽ പോവുകയോ വിദേശ രാജ്യങ്ങളിൽ പോവുകയോ അങ്ങനെയുള്ളവർ അവിടെ ട്രൗസർ കൊടുത്തൊക്കെയാണ് നടക്കുക പബ്ലിക്കായിട്ട്. ഞാനിങ്ങനെ സെമിനാരി ചേരുന്ന സമയത്ത് സെമിനാരിയിലെ ഡോർമെട്രിയിലും ഞങ്ങളോട് റെക്ടറച്ചൻ പറയാറുണ്ട്, ഷർട്ട് ധരിച്ച് തന്നെ നിൽക്കണം. കാരണം കൂടെയുള്ള പ്രദേശം അവരെ ബഹുമാനിക്കാൻ വേണ്ടിയിട്ടാണ്. ഒരാൾ കുറച്ച് വസ്ത്രം ധരിച്ച് നടക്കുന്നയാൾ കൂടെ നടക്കുന്നയാളെ ബഹുമാനിക്കുന്നില്ല. വസ്ത്രം ധരിച്ച് നല്ല വസ്ത്രം ധരിച്ച് നടക്കുന്നത് കൂടെയുള്ള ആളുകളെ ബഹുമാനിക്കുന്നതിന് തുല്യമാണ്. അതുപോലെ തന്നെയാണ് പരിശുദ്ധ കുർബാന, കുംഭസാരം, ഇങ്ങനെയുള്ള കൂദാശ കാര്യങ്ങളിൽ നമ്മൾ ശിരസിൽ സ്കാഫ് ധരിച്ചും മുഴുവൻ വസ്ത്രം ധരിച്ചും പള്ളി വരുന്നത്, അത് പുരുഷനാകട്ടെ സ്ത്രീ ആകട്ടെ, മുഴുവൻ വസ്ത്രം ധരിക്കുക. അത് ഒരു പദവിയാണ്. അപ്പനെ നാണം കെടുത്താൻ പാടില്ല. അപ്പൻ തന്ന പദവിയാണ്, മക്കൾക്കുള്ള പദവി, അപ്പനോടുള്ള സ്നേഹമാണ്. ആ പദവി നഷ്ടപ്പെടുത്താൻ പാടില്ല. അപ്പോ സാക്ഷ്യം വഹിച്ചോ. അപ്പോൾ സ്കാഫൊക്കെ ധരിച്ചു വരുന്ന ഒരു പെൺകുട്ടിയെ കാണുമ്പോൾ ഇവൾ കത്തോലിക്ക കുഞ്ഞാണ് എന്ന് മനസ്സിലാകും. പക്ഷെ സ്കാഫ് ധരിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ സാധാരണ പുറത്തൊക്കെ നടക്കുന്ന സെക്യുലർ വേൾഡിലെ ഒരാൾ, ഏത് മതത്തിലേമാകാം. പക്ഷെ ഈശോയുടെ കുഞ്ഞ് എന്ന് പറയത്തക്ക വിധത്തിൽ നമ്മൾ സാക്ഷ്യം വഹിച്ചോ. പദവി തന്നാണ്, സാക്ഷ്യം വഹിക്കാൻ നമുക്ക് കടമയുണ്ട്. അതിനൊന്നാമത്തെ കാരണമാണ് തന്നെ സ്വീകരിച്ചവർക്കെല്ലാം, തൻ്റെ നാമത്തെ വിശ്വസിക്കുന്നവർക്കെല്ലാം ദൈവമക്കളാകാൻ കഴിവ് നൽകി. അപ്പനും അമ്മയ്ക്കും പേരുദോഷം വരുത്താതെ മക്കള് അവർക്ക് വേണ്ടിയിട്ട് ജീവിക്കുന്നത് പോലെ സ്വർഗീയ അപ്പന്റെ മഹത്വത്തിനനുസരിച്ച് നമ്മൾ ജീവിക്കണം. ഇപ്പൊ സാക്ഷ്യം നൽകാത്തവര് തീരുമാനമെടുക്കൂ. ന്യൂ ഇയർ റെസൊല്യൂഷൻസ് ഒക്കെ എടുക്കൂ, തീരുമാനങ്ങൾ. ഒരു യുവാവ് തീരുമാനം എടുത്തു, ഞാൻ എൻ്റെ ബോഡിയൊക്കെ നന്നായിട്ട് സെറ്റാക്കും. ബോഡി അത് മാത്രം പോരാ, നല്ല ജിമ്മനായിട്ട് നടന്നുകൊണ്ട് നന്നായിട്ട് വാ തുറന്ന് സംസാരിക്കാൻ കഴിവില്ലെങ്കിൽ പോയില്ലേ. അപ്പോൾ മൊത്തത്തിലൊരു ഡെവലപ്മെന്റ് നമ്മൾ ഉണ്ടാകണം. ഇനി രണ്ടാമത്തെ കാര്യം എന്താണ്? യോഹന്നാന്റെ സുവിശേഷം 1:14 ദൈവം ഇറങ്ങി വന്നിരിക്കുക. ദൈവം ഇറങ്ങി, വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു. അതായത് മനുഷ്യനെ പോലെ ദൈവം വന്നിട്ട് നമുക്ക് കാണിച്ചു തന്നു എങ്ങനെയാണ് അപ്പനെ ബഹുമാനിക്കേണ്ടതെന്ന്. കാരണം ഈശോയ്ക്ക് അപ്പനുമായിട്ടൊരു ഗാഠബന്ധമുണ്ടായിരുന്നു. ഗാഠബന്ധം ഇത് ഈശോ കാണിച്ചു തന്നിരിക്കുക. ഈശോ ഇറങ്ങി വന്നില്ലായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് അറിയില്ല എന്നൊക്കെ പറയായിരുന്നു. ഇത് ഒരു ദൈവ മനുഷ്യൻ ഇറങ്ങി വന്ന മനുഷ്യന്റെ രൂപം സ്വീകരിച്ചിട്ട് നമുക്ക് കാണിച്ചു തന്നു എങ്ങനെ അപ്പനെ സ്നേഹിക്കണമെന്ന്. അതുകൊണ്ട് നമുക്ക് ആ ഒരു കാരണം കൊണ്ടും നമുക്ക് ഒഴികഴിവില്ല. എന്നും സന്ധ്യാജപം ചൊല്ലുമ്പോൾ ത്രികാല ജപത്തിൽ നമ്മൾ വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു, ഇങ്ങനെ പറഞ്ഞിട്ടും നമുക്ക് വചനം മാംസമായി നമ്മുടെ കൂടെ വസിച്ച ദൈവത്തിന്റെ ആ സാന്നിധ്യം നമുക്ക് മനസ്സിലായിട്ടില്ല. ഇനി മൂന്നാമത്തെ കാര്യം, എന്തുകൊണ്ടാണ് നമുക്ക് അങ്ങനെ ജീവിക്കാൻ നമുക്ക് കൃപ തന്നിട്ടുണ്ട്. അതാണ് യോഹന്നാന്റെ സുവിശേഷം 1:16 അവന്റെ പൂർണ്ണതയിൽ നിന്ന് നാം എല്ലാം കൃപയ്ക്കുമേൽ കൃപ സ്വീകരിച്ചിരിക്കാം. ഓരോ കൂദാശ വഴിയും നമുക്ക് നന്നായിട്ട് മുന്നോട്ട് പോകാനുള്ള കൃപ തന്നിരിക്കുകയല്ലേ. നമ്മളത് പ്രയോജനപ്പെടുത്തി ആ കൃപ പാഴായിപ്പോയി. ഇപ്പോൾ നമ്മൾ ഒരാൾക്ക് വേണ്ടി, മക്കൾക്ക് വേണ്ടിയിട്ട് പൈസ മുടക്കി, ഒരു 4 ലക്ഷം രൂപ മുടക്കി ഒരു കോഴ്സിനെ ചേർപ്പിച്ചു. പക്ഷെ മകൻ പഠിക്കാൻ പോകുന്നില്ല. അവിടെ പോയിട്ട് ലിവിങ് ടുഗദറും ഉഴപ്പും മദ്യപാനവും ഒക്കെ ആയിട്ട് ഇങ്ങനെ പോവുകയാണ്. അങ്ങനെ പരീക്ഷയ്ക്കൊക്കെ തോറ്റു. അപ്പം അപ്പൻ പറയും, നിനക്ക് വേണ്ടി മുടക്കിയ പൈസ വേറെ വല്ലതും ചെയ്താൽ മതിയായിരുന്നു എന്ന് പറയും. അപ്പോൾ ദൈവം നമുക്ക് അനവധിയായിട്ടുള്ള കൃപകൾ കൂദാശകളിലൂടെ തരുന്നുണ്ട്. ആ കൃപകൾക്കൊത്ത ജീവിതം നമ്മൾ നയിക്കുന്നില്ല, പാഴാക്കിക്കളയാണ്. കൃപ എല്ലാം പാഴായി പോവുകയാണ്. അപ്പൻ മകന്റെ മുഖത്ത് നോക്കിയാടാ, നിനക്ക് തന്ന പൈസ ആ അനിയത്തിക്കോ അല്ലെങ്കിൽ മൂത്ത മകൾക്കോ ആർക്കെങ്കിലും വേറെ മക്കൾക്ക് കൊടുത്തിരുന്നെങ്കിൽ അവർ നന്ന റാങ്ക് മേടിച്ചാണ് എന്ന് പറയുന്നത് പോലെയാണ്. അപ്പൊ കൃപ തന്നിട്ടുണ്ട്, മക്കൾക്കുള്ള പദവി. പിന്നെ ദൈവം തന്നെ ഇറങ്ങി വന്നിട്ട് നമുക്ക് കാണിച്ചു തന്നു. പിന്നെ ദൈവത്തിന്റെ പൂർണ്ണതയിൽ നിന്ന് നമുക്ക് കൃപ തന്നിരിക്കുക. കൃപ
ഗ്രേസ്. അതാണ് മറിയത്തെ വിളിച്ചത് കൃപ പൂർണ്ണമായിട്ട് കിട്ടിയവൾ, അവളെ ദൈവകൃപ നിറഞ്ഞവളെ എന്ന് സ്വർഗം വിളിച്ചു. ഇനി നാലാമത്തെ ഒരു കാര്യം, അത് അപ്പൻ്റെ ബന്ധമാണ്. അപ്പൻ്റെ ബന്ധം, അപ്പനുമായിട്ട് നമുക്കൊരു ബന്ധമുണ്ട്. ദൈവമാണ്. ഇല്ല, കുഞ്ഞുങ്ങളില്ലാതെ വിഷമിക്കുന്നവർക്കറിയാം, എത്ര മനുഷ്യന്റെ പരിശ്രമം നടത്തിയാലും ദൈവം അനുഗ്രഹിച്ചാൽ അല്ലാതെ കുഞ്ഞുങ്ങൾ ഉണ്ടാകില്ല. കാരണം ദൈവമാണ് കുഞ്ഞുങ്ങളെ തരുന്നത്. അപ്പൊ നമുക്ക് അപ്പന്റെ മടിയിൽ നിന്ന് ഇറങ്ങി വന്ന് യോഹന്നാന്റെ സുവിശേഷം 1-18 വാക്യം, ദൈവത്തെ ആരും ഒരിക്കലും കണ്ടിട്ടില്ല, പിതാവുമായി ഗാഠബന്ധം പുലർത്തുന്ന ദൈവം തന്നെയായ ഏകജാതനാണ് അവിടുത്തെ വെളിപ്പെടുത്തിയത്. അപ്പൊ പിതാവുമായിട്ടുള്ള ബന്ധം ഇത് ഒരു കാരണമാണ്. നമ്മൾ ദൈവത്തിന് സാക്ഷ്യം വഹിക്കാൻ കടപ്പെട്ടവരാണ്. എന്തുകൊണ്ടായിരിക്കാം ധൂർത്തപുത്രൻ തിരിച്ചു വന്നത് എന്ന് ഞാൻ ഇങ്ങനെ ചിന്തിക്കാറുണ്ട്. എന്തുകൊണ്ടായിരിക്കാം തിരിച്ചു വന്നത്? മൂത്ത മകൻ വീട്ടിലാണെങ്കിൽ യഥാർത്ഥത്തിൽ വലിയ സ്നേഹമൊന്നുമില്ലാതെ അവിടെ ഉണ്ട്, അപ്പനെ പിറുപിറുത്തും ഇങ്ങനെ നടക്കുക. അപ്പോൾ 2 മക്കളും അങ്ങനെ, ഒരുത്തൻ വീട് വിട്ടുപോയി, ഒരുത്തൻ വീട്ടിലിങ്ങനെ പിറുപിറുത്തും താമസിക്കുന്നു. അപ്പോൾ നാട്ടുകാർ പറയും, 2 മക്കളെ വളർത്തിയിട്ട് എന്തായി, വല്ല കാര്യമുണ്ടോ എന്ന് പറയും. അങ്ങനെ പറയാതിരിക്കാൻ വേണ്ടിയിട്ടായിരിക്കണം ഇളയവൻ തിരിച്ചു വന്നത്. എൻ്റെ അപ്പനിനെ ഞാൻ നാണം കെടുത്തിയല്ല, ഇനി അപ്പനെ ഞാൻ നാണം കെടുത്തിയ, അതുകൊണ്ടാണ് മകൻ തിരിച്ചു വന്നത്. അതാണ് നമുക്ക് ഈ സ്നാപയോഹന്നാൻ സാക്ഷ്യം വഹിച്ചത് എങ്ങനെയാ? സ്നാപയോഹന്നാൻ പലതവണ അണലി സന്തതികളെ എന്നൊക്കെ വിളിച്ചു പറഞ്ഞ് ജനത്തെ മാനസാന്തരത്തിന് വേണ്ടി വഴിയൊരുക്കി. എന്നിട്ട് ഹെറോദസ് രാജാവ് ഒരു തെറ്റ് ചെയ്യുന്ന സഹോദര ഭാര്യയെ വെച്ചുകൊണ്ടിരിക്കുന്നത് കണ്ടപ്പോൾ, നീ ചെയ്യുന്നത് തെറ്റാണെന്ന് മുഖത്ത് നോക്കി പറഞ്ഞിട്ട് അങ്ങനെ ജീവൻ, അത് ഈശോയ്ക്ക് വേണ്ടി, ഈശോ മരിക്കുന്നതിന് മുന്നാസ്വാദനം, ഈശോയും കൊല്ലപ്പെടും, സ്നാപകനും കൊല്ലപ്പെട്ടു. അതുപോലെ അത് കൃത്യമായിട്ടത് സംഭവിച്ചു. അപ്പം പാപത്തിൽ കിടന്നും മെഴുകലല്ല, പാപത്തിൽ കിടന്ന് മെഴുകാതെ പാപത്തിനെതിരെ നീങ്ങുക. അതാണ് സ്നാപയോഹന്നാൻ സാക്ഷ്യം വഹിച്ചത്. പാപത്തിൽ കിടന്ന് മെഴുകാതെ, മദ്യപാനമെന്ന പാപത്തിൽ കിടന്ന് മെഴുകാതെ, വ്യഭിചാരമെന്ന പാപത്തിൽ കിടന്ന് മെഴുകാതെ, വിവാഹേതര ബന്ധമെന്ന വിവാഹത്തിന് മുമ്പുള്ള പാപം എന്നുള്ള അങ്ങനെയുള്ള പാപങ്ങളിൽ കിടന്ന് മെഴുകാതെ അവിടെ എഴുന്നേറ്റ് വരിക. അതാണ് നമ്മുടെ കടപ്പാട്, അതാണ് നമ്മുടെ സാക്ഷ്യം. അങ്ങനെ സാക്ഷ്യം വഹിക്കൂ. ഈ വർഷം അവസാനിക്കുമ്പോൾ പുതിയ വർഷത്തിലെങ്കിലും ഈശോയ്ക്ക് സാക്ഷികളായിട്ട് ജീവിക്കൂ. നല്ല വസ്ത്രമൊക്കെ ധരിച്ച് പള്ളി വരൂ. ആ പദവി നഷ്ടപ്പെടുത്താതെ കൊണ്ടു നടക്കൂ. കൃപ തന്നതല്ലേ, ദൈവം ഇറങ്ങി വന്ന് കാണിച്ചു തന്നതല്ലേ, ഇനി എന്തു വേണം? ദൈവമായിട്ടുള്ള ബന്ധത്തിൽ വളരാൻ നമുക്കതിന് സാധിക്കട്ടെ. നമുക്ക് ദൈവത്തിന്റെ പടയാളികളെ പോലെ ജീവിക്കുവാനായിട്ടുള്ള, അങ്ങനെ സാക്ഷ്യം വഹിക്കുവാനായിട്ടുള്ള, ദൈവത്തിന് വേണ്ടി സംസാരിക്കാനായിട്ടുള്ള, ദൈവത്തിന് വേണ്ടി ഡിഫെൻഡ് ചെയ്യാനുള്ള വാരിയർ ഓഫ് ഗോഡ്, അങ്ങനെ ആകാനായിട്ടുള്ള കൃപ നമുക്ക് ലഭിക്കട്ടെ. അതിനുവേണ്ടി നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. എങ്ങനെയൊക്കെ ആയാലും ആ ധൂർത്തപുത്രന്റെ കഥ നമ്മളങ്ങനെ ചിന്തിക്കുകയാണെങ്കിൽ, അവനിങ്ങനെ വഴിവിട്ട് പോയിട്ടും അപ്പൻ അവന് വസ്ത്രം കൊടുത്തു, ഭക്ഷണം കൊടുത്തു, ചെരുപ്പ് കൊടുത്തു, മോതിരമിട്ട് കൊടുത്തു, കെട്ടിപ്പിടിച്ചു, ചുംബിച്ചു, നല്ല വിരുന്ന് നൽകി. നമ്മൾ വഴിവിട്ട ജീവിതം നയിച്ചിട്ടും നമ്മൾ ഈ കഴിഞ്ഞ വർഷത്തിലുടനീളം ദൈവം അനുഗ്രഹിച്ചില്ലേ? ആരുടെ മുമ്പിലും നാണം കെടുത്തിയില്ല. പിടിക്കപ്പെടാവുന്ന പാപം ചെയ്തിട്ടും പിടിക്കപ്പെട്ടില്ല. രോഗം വരാവുന്ന പാപം ചെയ്തിട്ടും രോഗം വന്നില്ല. അപകടങ്ങൾ ഉണ്ടായിട്ടും അത് അങ്ങനെ വഴിമാറിപ്പോയ സംഭവങ്ങൾ എത്ര ദൈവം നമ്മൾ അനുഗ്രഹിച്ചു. അതുകൊണ്ട് നമുക്ക് നന്ദി പറഞ്ഞേ പറ്റൂ. ഈ വർഷാവസാനം നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഈ വർഷം അവസാനിപ്പിക്കാൻ ദൈവം നമുക്ക് ഓരോരുത്തർക്കും കൃപ നൽകട്ടെ. നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എൻ യേശുപരാ, നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എൻ യേശുപരാ. എണ്ണമില്ലാതുള്ള നന്മകൾക്കും അത്ഭുതമാർന്ന നിൻ സ്നേഹത്തിനും നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എൻ യേശുപരാ. ചേർന്ന് പാടിക്ക. നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എൻ യേശുപരാ. പാപത്താൽ മുറിവേറ്റ എന്നെ നിന്റെ പാണിയാൽ ചേർത്ത് അണച്ചുവല്ലോ.
യേശു പരാ കൂരിരുൾ താഴ്വര അതിലുമെൻ്റെ പാതയിൽ ദീപമായി വന്നുവല്ലോ. നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എൻ യേശു പരാ. ജീവിത ശൂന്യതയിൻ നടുവിൽ നിറവായ അനുഗ്രഹം ചൊരിഞ്ഞുവല്ലോ. നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എൻ യേശു പരാ. നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എൻ യേശു പരാ. ദൈവത്തിൻ്റെ അമ്മയാകാൻ മറിയത്തെ തിരഞ്ഞെടുത്തപ്പോൾ നന്ദി നിറഞ്ഞ മനസ്സോടെ മറിയം വിളിച്ചു പറഞ്ഞു, ലൂക്കാവ് 1:38, ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ വാക്കെന്ന് നിറവേറട്ടെ. പുതിയ വർഷത്തിലേക്ക് പ്രവേശിക്കാൻ ഒരുങ്ങുമ്പോൾ കർത്താവേ, ഞങ്ങൾ അങ്ങയുടെ വാക്കനുസരിച്ചോളാം, അങ്ങയുടെ മുമ്പിൽ നല്ല മകളായി മകനായി ജീവിച്ചോളാം എന്ന് പറയാനുള്ള അനുഗ്രഹവും എളിമയും പരിശുദ്ധ അമ്മേ ഞങ്ങൾക്കും പ്രാർത്ഥിച്ചു വാങ്ങിച്ചു തരണമേ. ആമേൻ. ആത്മദാനമായി നൽകാൻ എപ്പോഴും ആശീർവദിച്ചരാ പൂർണ്ണമായി കൈക്കൊള്ളണേ യേശു നൈവേദ്യമാ. ആത്മദാനമായി നൽകാൻ എപ്പോഴും. പ്രിയ സഹോദരരെ, എൻ്റെ നിങ്ങളുടെയും ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. കർത്താവ് തന്റെ നാമത്തിന്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെയും അവിടുത്തെ തിരുസഭ മുഴുവന്റെയും നന്മയ്ക്കുമായി അങ്ങേ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. യഥാർത്ഥ ആരാധനയുടെയും ശാന്തിയുടെയും ഉടയവനായ ദൈവമേ, ഈ കാഴ്ചദ്രവ്യം വഴി അങ്ങേ മഹിമ അർഹമാം വിധം ഞങ്ങൾ ആദരിക്കുവാനും ദിവരഹസ്യങ്ങളുടെ ഭാഗഭാഗത്വം വഴി സർവാത്മനാ വിശ്വസ്തയോട് ഐക്യപ്പെടുവാനും അനുഗ്രഹിക്കണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവ് നിങ്ങളോട് കൂടെ, ആത്മാവോടും കൂടി. ഹൃദയങ്ങൾ ഉയർത്തുവിൻ. കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി എങ്ങും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. എന്തെന്നാൽ മനുഷ്യമവതാരം ചെയ്ത വചനത്തിന്റെ രഹസ്യം വഴി അങ്ങേ ശോഭയുടെ നവ്യപ്രഭ ഞങ്ങളുടെ മനോനേത്രങ്ങൾക്ക് പ്രകാശിതമായി. അങ്ങനെ ദൃശ്യരൂപത്തിൽ ദൈവത്തെ ഞങ്ങൾ അറിയുമ്പോൾ അതുവഴി അദൃശ്യമായവയുടെ സ്നേഹത്തിലേക്ക് ഞങ്ങൾ ആകൃഷ്ടരാകട്ടെ. ആകയാൽ എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും ചേർന്ന്
അങ്ങയുടെ മഹത്വത്തെ പ്രകീർത്തിച്ചുകൊണ്ട് ഞങ്ങളും താഴ്മയോടെ ആലപിക്കുന്നു. പരിശുദ്ധൻ 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 സൈന്യങ്ങളുടെ കർത്താവാം ദൈവം പരിശുദ്ധൻ ദൈവം പരിശുദ്ധൻ തിരുവളർന്ന് മണിമകളാം നിറഞ്ഞു ഹോസാന ഹോസാന അത്യുന്നതങ്ങൾ ഹോസാന കർത്താവിൻ തിരുനാമത്തിൽ വരുവോരേറ്റം ധന്യരുമായി ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. ഭക്തിയോടെ നമുക്ക് മുട്ടുമെന്ന് പങ്കുചേരാം. കർത്താവേ, സർവവിശുദ്ധിയുടെ ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധൻ ആകുന്നു. അങ്ങേ ആത്മാവാൽ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്ക് ഇവ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട് സ്വമനസാലെ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു. എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്കു വേണ്ടി അർപ്പിക്കാനിരിക്കുന്ന എൻ്റെ ശരീരമാകുന്നു. അപ്രകാരം തന്നെ അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു. എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്കു വേണ്ടിയും അനേകർക്കു വേണ്ടിയും പാപമോചനത്തിനായി
ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇതു നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിൻ്റെ രഹസ്യം. കർത്താവേ, അങ്ങ് വീണ്ടും വരുവരേ, അങ്ങ് മരണങ്ങൾ പ്രത്യാപിക്കുന്നു, അങ്ങ് ഉയർപ്പ് ഞങ്ങളെ ആകയാൽ കർത്താവേ, അവിടുത്തെ മനുഷ്യാവതാരവും പീഡാസഹനം, കുരിശുമരണം, ഉയർപ്പും സ്വർഗാരോഹണവും ഓർത്തുകൊണ്ട് അങ്ങ് തിരുമുൻപിൽ നിൽക്കുന്നതിനും അങ്ങേ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിനും ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവന്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങ് കത്തോലിക്ക തിരുസഭയെ ഓർക്കണമേ. ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് ലയോ 14 പാപ്പയോടും ഞങ്ങളുടെ രൂപതാധ്യക്ഷനായ സഹായരാജ് മെത്രാനോടും കർദിനാളന്മാർ, മെത്രാന്മാർ, വൈദികർ, സന്യസ്തർ, വിശ്വാസികൾ, പ്രേക്ഷിതർ, മിഷണറിമാർ ഉൾപ്പെട്ട സഭയെ അങ്ങ് സ്നേഹത്തിൻ്റെ പരിപൂർണതയിലെത്തിക്കണമേ. ഉയർപ്പിൻ്റെ പ്രത്യാശയോടെ നിദ്രകൊള്ളുന്ന ഞങ്ങളുടെ സഹോദരീ സഹോദരന്മാരെയും അങ്ങ് കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങ് ഓർക്കുകയും അങ്ങ് തിരുമുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളെല്ലാവരിലും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യകാമറിയത്തോടും ആ കന്യകയുടെ വിരക്ത ഭർത്താവായ ഭാഗ്യപ്പെട്ട വിശുദ്ധ യൗസപിതാവിനോടും അനുഗ്രഹീത അപ്പോസ്തലന്മാരോടും മഹിമയേറെ രക്തസാക്ഷികളോടും ഞങ്ങളുടെ സ്വർഗീയ മധ്യസ്ഥരോടും കാലാകാലങ്ങളിൽ അങ്ങേ പ്രസാദിപ്പിച്ച ഞങ്ങളുടെ ഓരോരുത്തരുടെയും പേരിന് കാരണഭൂതരായ സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനെ പങ്കുചേരാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശു ക്രിസ്തു വഴി ഞങ്ങളങ്ങെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോടുകൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നുമെന്നേക്കും നമുക്ക് എഴുന്നേൽക്കാം. നമ്മുടെ കർത്താവ് കൽപ്പിച്ചതനുസരിച്ച് നമുക്കൊന്ന് ചേർന്ന് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങേ നാമം പൂജിതമാകണമേ, അങ്ങേ രാജ്യം വരണമേ, അങ്ങേ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. കർത്താവേ, എല്ലാ തിന്മകളിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്ന് നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശു ക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തുനിന്ന് മോചിതരാവുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാവുകയും ചെയ്യുമാറാകട്ടെ. എന്തുവരുടെ സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നുവെന്ന് അങ്ങ് അപ്പോസ്തലന്മാരോട് അരുൾ ചെയ്ത കർത്താവായ യേശു ക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയോ
അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൺ പാർത്ത് അങ്ങ് തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകുവാൻ കനിയണമേ. എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവിൻ്റെ സമാധാനവും സംരക്ഷണവും എപ്പോഴും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. നിങ്ങൾ പരസ്പരം ക്രിസ്തുവിന്റെ സമാധാനം ആശംസിക്കുവൻ. ലോകത്തിന്റെ പാപങ്ങൾ ഞങ്ങളിൽ കനിയണമേ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവകുഞ്ഞാടേ ഞങ്ങളിൽ കനിയണമേ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവകുഞ്ഞാടേ ഞങ്ങൾക്ക് സമാധാനം നൽകണമേ. ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ. കുഞ്ഞാടിൻ്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീത. കർത്താവേ, അങ്ങയുടെ ഭവനത്തിൽ പ്രവേശിക്കാൻ അങ്ങ് ഒരു വാക്കുച്ചരിച്ചാൽ എന്റെ ആത്മാവ് സുഖം പ്രാപിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, വിവിധ മാർഗങ്ങളിലൂടെ പാലിക്കപ്പെടുന്ന അങ്ങേ ജനം ഇപ്പോഴും വരും കാലത്ത് അങ്ങേ കാരുണ്യത്തിന്റെ സൗഖ്യം അനുഭവിക്കുമാറാകട്ടെ. അങ്ങനെ കടന്നു പോകുന്ന വസ്തുക്കൾ അനിവാര്യമായ സമാശ്വാസത്താൽ ശക്തിപ്പെട്ട് ശാശ്വതമായവയ്ക്ക് വേണ്ടി കൂടുതൽ വിശ്വസ്തയോടെ പരിശ്രമിക്കുവാനിടയാകട്ടെ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവ് നിങ്ങളോട് കൂടെ, പരിശുദ്ധ വേളാങ്കണ്ണി മാതാവിനോടുള്ള അനുഗ്രഹ പ്രാർത്ഥനയ്ക്കായി ശിരസ് നമിക്കാം. ഉണ്ണീശോയെ കയ്യിലേന്തിയ പരിശുദ്ധ വേളാങ്കണ്ണി മാതാവ് ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ ഭക്തജനങ്ങളെയും ഇവരുടെ കുടുംബങ്ങളെയും സോഷ്യൽ മീഡിയയിലൂടെ ഈ ബലി പങ്കെടുത്ത എല്ലാവരെയും അങ്ങ് അനുഗ്രഹിച്ച് ആശീർവദിക്കണമേ. ഇവരുടെ മനസ്സ് തളർന്നു പോകുമ്പോൾ പാൽക്കാരനായ ബാലന്റെ പാൽക്കുടത്തില് പാൽ നിറഞ്ഞു തുളുമ്പിയതുപോലെ ഇവരെയും സന്തോഷത്താൽ നിറയ്ക്കണമേ. പരാജയങ്ങൾ ഇവരെ തളർത്തുമ്പോൾ മുടന്തനായ ബാലന് നടക്കാനിടയാക്കിയതുപോലെ ഇവരെയും താങ്ങി നടത്തണമേ. പോർച്ചുഗീസ് നാവികരെ സുരക്ഷിതമായി കരയിലേക്ക് എത്തിച്ചതുപോലെ സങ്കടക്കടലിൽ വലയുന്ന എല്ലാവരെയും അങ്ങ് കരകയറ്റണമേ. അനുഗ്രഹദായിനിയായ പരിശുദ്ധാരോഗ്യ മാതാവിൻ്റെ ആശീർവാദം നിങ്ങളോട് കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ഈശോ തൻ്റെ മാതാവിൻ്റെ കരങ്ങളിലൂടെ നമ്മേവരെയും സ്പർശിക്കുകയും സുഖപ്പെടുത്തുകയും കാത്തു സംരക്ഷിക്കുകയും ചെയ്യട്ടെ. സർവശക്തനും കാരുണ്യവാനുമായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളേവരെയും നിങ്ങളുടെ കുടുംബങ്ങളെയും നിങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങളെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ക്രിസ്തുവിന്റെ സ്നേഹത്തിലും സമാധാനത്തിലും പോകുന്ന ദിവ്യപൂജ സമാപിച്ചു. ദൈവത്തിൽ